എൻസൈക്ലോബീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് 500 രൂപ നോട്ടുകളുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ATMകൾ വഴി 500 രൂപ നോട്ടുകളുടെ വിതരണം നിർത്തുന്നുവെന്നും സെപ്റ്റംബറോടുകൂടി ഇവ വിപണിയിൽ നിന്ന് പിൻവലിച്ചു തുടങ്ങുന്നുവെന്നുമുള്ള റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. 500 രൂപ നോട്ടുകൾ കുറയ്ക്കുന്നതിനോ പിൻവലിക്കുന്നതിനോ പദ്ധതിയില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു നിർദ്ദേശവും കൈമാറിയിട്ടില്ല. റിസർവ് ബാങ്കിന്റെ 2024-25 വാർഷിക റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിനിമയത്തിലുള്ള കറൻസിയാണ് 500 രൂപ നോട്ടുകൾ. മൊത്തം വിനിമയത്തിന്റെ 40.9% നോട്ടുകളും 500 രൂപയുടേതാണ്. മൂല്യത്തിൻ്റെതാവുമ്പോൾ 86% വരുന്നതാണ്. 500 രൂപ നോട്ടുകൾ നിരോധിക്കുന്നതായിട്ടുള്ള തെറ്റായിട്ടുള്ള വിവരങ്ങൾ വിശ്വസിക്കരുതെന്നും ഇത്തരം തട്ടിപ്പുകളിൽ വീഴരുതെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ATMകളിൽ 500 രൂപ നോട്ടുകൾക്കൊപ്പം 100-200 രൂപ നോട്ടുകൾ കൂടി വിതരണം ചെയ്യണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരുന്നു. സെപ്റ്റംബർ 30 മുതൽ 75% ATMകളിലും 100-200 രൂപ നോട്ടുകളുടെ ലഭ്യത ഉറപ്പാക്കാനായിരുന്നു നിർദ്ദേശം. ബാങ്കുകൾ ഇത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ചില ATMകളിൽ ചില സമയങ്ങളിൽ 200 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെ കറൻസികൾ മാത്രം ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇതായിരിക്കും ഇത്തരത്തിലൊരു പ്രചരണത്തിന് അടിസ്ഥാന കാരണമെന്നാണ് നിലവിലിപ്പോൾ കരുതുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.